കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു നാടൻ ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പഴയ ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട്, അതും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞണ്ട് റോസ്റ്റിനായി 1/2 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞണ്ട് ബോയിൽ ചെയ്യുവാനായി ഒരു ചെറിയ പാൻ നമുക്കെടുക്കാം. അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബോയിൽ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി അല്പം വെള്ളമൊഴിച്ച് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 കീറിയ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതിൽ ചേർത്ത് കൊടുക്കാം. ജീരകം ആദ്യം ഇടാത്തത് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു 2 തണ്ട് കരിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കണക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യമായി എടുത്ത് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സവാള ഒരുപാട് റോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്കത് വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഈ സവാള ഒരു മീഡിയം ലെവലിലേക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി ഇതിലേക്ക് ചേർത്ത് അതും ഒരുമിച്ച് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഞണ്ട് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറിക്കൊക്കെ വഴറ്റുന്നത് പോലെ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു മീഡിയം രീതിയിൽ ഡ്രൈ ആകുമ്പോഴത്തേക്കിന് ഇനിയും ഇതിനാവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ. ഓൾറെഡി മഞ്ഞൾ പൊടി നമ്മൾ ഞണ്ട് ബോയിൽ ചെയ്യാൻ വെച്ചതിൽ ചേർത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച ഞണ്ടിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നമ്മളിട്ട മസാലകളൊക്കെ നന്നായിട്ട് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വറ്റിച്ചു വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സാവകാശം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയിൽ ഞണ്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ മസാലയൊക്കെ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് മല്ലിയിലയുടെ ആ ഫ്ലേവറും എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതുപോലെയുള്ള ഫ്രൈ പാൻ ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുവാനായിട്ട് സഹായകമായിരിക്കും. ഇപ്പോൾ വളരെ എളുപ്പം തന്നെ ഒരു നാടൻ ഞണ്ട് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് വളരെ ഈസി ആയി തന്നെ ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.